എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗം സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ മൗനരാഗത്തിന്റെ നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കിരണും അതുപോലെ തന്നെ കല്യാണിയും ഒക്കെ ആഗ്രഹിച്ചതുപോലെ സോണിയുടെയും ആൽബിയുടെയും വിവാഹം വളരെ മംഗളമായിട്ട് നടത്തുകയാണ്. അവസാന നിമിഷത്തില് നമ്മുടെ കിരണിനൊരു അപകടമൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലും അതിൽ നിന്നും തലനാരിഴയ്ക്കാണ് കിരൺ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അങ്ങനെ ദാ സോണിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. സോണിയാണെങ്കിലോ ഭർത്താവിനോടൊപ്പം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ കൂടെ കൂട്ടുകയാണ്. അപ്പം ആൽബി എന്തായാലും നമ്മുടെ വിക്രത്തിനെ പോലെ ഒരു ദുഷ്ടനൊന്നും അല്ല കേട്ടോ. ഒരുപാട് സ്നേഹമുണ്ട് സോണിയോട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കൂടി ആ സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന സമയത്ത് രൂപയെയും കിരണിനെയും ഒക്കെ ചേർത്ത് നിർത്തി സേനൻ തന്റെ ആ ഒരു സങ്കടങ്ങളും മകൾ പോകുന്ന ദുഃഖമൊക്കെ പങ്കുവെക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മളെ കാണിക്കുന്നത് വിക്രത്തിന്റെ വീടാണ് കേട്ടോ. അപ്പൊ വിക്രത്തിന്റെ മുത്തശ്ശിയാണെങ്കിലോ ഇവിടെ മുഴുവനും അരിച്ചു പെറുക്കിയിട്ട് ഒരു സാധനം പോലും ഇല്ല സദ്യ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ ദാ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ. എന്റെ വിക്രം മോനെ, എന്റെ രാജകുമാരൻ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് നമ്മുടെ രാജകുമാരനെ പിടിച്ചവിടെ ഇരുത്തുകയാണ്. അപ്പൊ ഇവനാണെങ്കിൽ എന്താ മുത്തശ്ശി എന്ന് പ്രത്യേകത, എന്റെ മോനെ നീ അറിഞ്ഞില്ലേ ആൽബിയും സോണിയും തമ്മിലുള്ള വിവാഹം മുടങ്ങിയതല്ലേ, അതിന്റെ സന്തോഷത്തിലാണ് മുത്തശ്ശി ഒരു സദ്യ ഒരുക്കാനാണ് ഒരുങ്ങിയത്. പക്ഷെ ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം അവളുടെ കസ്റ്റഡിയിലാണല്ലോ. ശരണ്യോട് ചോദിക്കാതെ ഒന്നും തന്നെ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതാ മുത്തശ്ശി ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മോൻ കുടിക്കണം. നീ തന്നെയാണ് ശരിക്കും ഇത് ആഘോഷിക്കേണ്ടത്. അവൾ എന്തൊക്കെ വന്നാലും നിന്റെ ജീവിതത്തിലേക്ക് കറങ്ങി തിരിഞ്ഞു വരുമോനെ. ചാരുമോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ആ കാര്യത്തിൽ മുത്തശ്ശിക്ക് ഒരു പേടിയില്ല എന്ന് പറയാ. അതിനു മുന്നേ മോനൊരു കാര്യം ചെയ്യണം. ഈ ശരണ്യ എന്ന് പറയുന്ന പാഷാണത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയണം. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ശരണ്യ അവിടെ വെളിയിൽ വന്ന് നിൽക്കുന്നത്. ശരണ്യയെ കണ്ടതും മുത്തശ്ശി ഒന്ന് ഒതുങ്ങിയിട്ടോ. അപ്പൊ ഉടനെ നമ്മുടെ ശരണ്യ പറയാണ്, അതെ നിങ്ങൾ വല്ലതും ഒക്കെ അറിഞ്ഞിട്ടാണോ ഈ ഇരിക്കുന്നത്? എന്താ മുത്തശ്ശി ഇത്രയും വലിയൊരു ആഘോഷമൊക്കെ നടന്നിട്ട് നിങ്ങളൊരു സദ്യ പോലും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവള് വരുന്നത്. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താണ് സംഭവം? മുത്തശ്ശിക്ക് മനസ്സിലായില്ലല്ലോ. അതെ മുത്തശ്ശി, ആൽബി സോണിയെ വിവാഹം കഴിക്കുമെന്നാണല്ലോ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ ആ കല്യാണത്തിൽ നിന്നും പിന്മാറിയത് കൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ആഘോഷിക്കണ്ടേ. എന്തായാലും എന്റെ വിക്രത്തിന്റെ മുൻ ഭാര്യയാണല്ലോ സോണി. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതൊന്നും വിക്രത്തിനും ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കിനും അവളുടെ നമ്മൾ തകർത്തങ്ങ് ആഘോഷിക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എന്റെ മോളെ ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. പിന്നെ മുത്തശ്ശി ഒരു ചെറിയ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മോളിത് കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മുത്തശ്ശി, മുത്തശ്ശി ഉണ്ടാക്കിയതല്ലേ, ഞാൻ കഴിക്കാന്നും പറഞ്ഞ് ശരണ്യ നമ്മുടെ ഇവരുടെ കല്യാണം നടന്ന സന്തോഷത്തിലാണ് കേട്ടോ ആ പായസം കുടിക്കുന്നത്. അപ്പം നമ്മുടെ രാജകുമാരന്റെ അച്ഛൻ പ്രകാശൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, അതെ സോണിയെ പോലെ ഒരു വൃത്തികെട്ടവൾക്ക് ഒരു കാരണവശാലും ഒരു നല്ല കുടുംബത്തിൽ നിന്നുമുള്ള ഒരു ബന്ധവും കിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശരണ്യ പറയാണ്, അല്ലച്ച ഇനിയിപ്പം ആൽബിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിക്കാനായിട്ട് അച്ഛന്റെ മോന് സാധിച്ചു. പക്ഷെ അതുപോലെ അല്ലല്ലോ കാര്യങ്ങള്. ഇനിയും അവളുടെ അച്ഛൻ അത്യാവശ്യം കാശുള്ള ആളായത് കൊണ്ട് തന്നെ നല്ല കുടുംബത്തിൽ നിന്നുള്ള ആലോചനകളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം അറിഞ്ഞും കണ്ട് നിൽക്കണ്ടേന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ പ്രകാശം പറയാണ്, അതെ അവളെ ആര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ആ കല്യാണം ഞാൻ കലക്കിയിരിക്കും. എന്നാൽ ആകുന്ന വിധം അത് തടയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കും. മരുമോള് എന്റെ മോന്റെ കുഞ്ഞാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ഈ വീട്ടിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ഒരുത്തനും എന്റെ കുഞ്ഞിന്റെ അച്ഛനാവാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ അങ്ങ് സംസാരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുമ്പോൾ ശരണ്യക്ക് ശരിക്കും ഉള്ളുകൊണ്ട് ചിരിയാണ്. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ സോണിയും ആൽബിയും കൂടി ആൽബിയുടെ വീട്ടിലെത്തി. അപ്പൊ അവന്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി വളരെ കാര്യമായിട്ട് അവരെ സ്വീകരിക്കുക കേട്ടോ. ദേ മോളെ, മോളോട് എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും വലതുകാല് വെച്ച് വേണം അകത്തോട്ട് കയറാനായിട്ട്. എന്തായാലും ചാരുമോളെ ഞങ്ങളുടെ പേരക്കിടാവായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടു കൂടി ഈ വീട്ടിലേക്ക് കയറി വാന്ന് പറയും. പിന്നെ ആൽബിയുടെ വീട്ടിലെത്തിയ സോണിയെയും ആൽബിയെയും വളരെ കാര്യമായിട്ട് അച്ഛനും അമ്മയും ഒക്കെ സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ടുന്ന ചടങ്ങുകളും കാര്യങ്ങളും മധുരം നൽകലൊക്കെ ചെയ്യുകയാണ്. അപ്പൊ അവൾക്ക് വലിയ സന്തോഷമൊക്കെ ആയി കേട്ടോ. ഇത്രയും കാര്യമായിട്ടൊക്കെ ഇവരിങ്ങനെ പെരുമാറുമ്പോഴത്തേക്കിനും അത് ഒരു സെക്കൻഡ് മാരേജ് ആകുമ്പോഴത്തേക്കിനും നമ്മുടെ സോണിക്ക് വലിയ ആശ്വാസമൊക്കെയാണ്. പക്ഷെ ഈ സമയത്താണെങ്കിലോ കിരണും കല്യാണിയും ഒക്കെ
ഭയങ്കര വിഷമത്തിലാണ്. എന്തായാലും രാഹുലിനെ വെറുതെ വിടാനായിട്ട് ഇവരാരും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. കിരൺ പറയും കൂടി ചെയ്തു സേനന്റെ അടുത്ത്, അതെ ഇനി അച്ഛൻ അടങ്ങിയിരിക്കണം, അച്ഛനും അമ്മയും കൂടി സന്തോഷമായിട്ട് ഇനിയെങ്കിലും ജീവിക്കണം. രാഹുൽ എന്ന് പറയുന്ന എന്റെ അമ്മാവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്നാണ് കിരൺ പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് തന്നെ രൂപയും സേനനും ഒക്കെ അടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ മനോഹരനെ പോയി കാണുകയാണ് കിരണും കല്യാണിയും കൂടെ. അപ്പൊ അവർ രണ്ടുപേരും കൂടി ചെന്ന്, മനോഹരനാണെങ്കിലോ നമ്മുടെ കിരണിനെയും കല്യാണിയും കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര ഭവ്യതയോടുകൂടി നിൽക്കുകയാണ്. ഇവരെന്ത് പറഞ്ഞാലും താൻ വില്ലിങ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കിനും, അതെ നിന്റെ അമ്മായിയപ്പൻ പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കയറി കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ചാരുമോളെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങൾ വരെ ചെയ്തു. അത് ഇനി എനിക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്തായാലും അയാൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും ചേർന്ന് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് നിന്റെ സഹായം വേണമെന്നുള്ള കാര്യം കിരൺ മനോഹറിന്റെ അടുത്ത് പറയുകയാണ്. അപ്പൊ മനോഹർ ആണെങ്കിൽ പറയുന്നുണ്ട്, കിരണെ സാർ എന്ത് സഹായം ചോദിച്ചാലും ഏത് സമയത്താണെങ്കിലും ഞാൻ സാറിനെ സഹായിച്ചിരിക്കും. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ശാരിയും അതുപോലെ തന്നെ സരയും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ മുഴുവട്ടനായി വരികയാണ് എന്നുള്ള കാര്യമാണ്. പിന്നെ എനിക്കല്ലേ അറിയാവുള്ളൂ അയാൾക്ക് ഭ്രാന്തൊന്നും ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ ഉരുളക്ക് ഉപ്പേരി പോലെ അയാൾ ഓരോ കാര്യങ്ങളും പറയുന്നത് ഞാൻ തെറ്റിദ്ധരിപ്പിച്ച് വെച്ച് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഇങ്ങേര് മുഴുഭ്രാന്തനാണ് എന്നുള്ള കാര്യം. അപ്പം നമ്മുടെ കിരണിനും കല്യാണിക്കും വലിയ സന്തോഷമായിട്ടോ. കാര്യങ്ങൾ എന്തായാലും അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി ഞങ്ങൾ പറയുന്ന രീതിയിൽ നീ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. അപ്പൊ എന്തായാലും അത് ഞാൻ ചെയ്തു തന്നിരിക്കും എന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ കിരണിനും കല്യാണിക്കും കൊടുക്കുകയാണ് മനോഹർ. അങ്ങനെ അവരുടെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണെങ്കിലോ രാഹുലിനെ കാണിക്കുകയാണ്. രാഹുൽ ആണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. കാര്യങ്ങളൊന്നും താൻ വിചാരിച്ചതുപോലെയൊന്നും സംഭവിച്ചില്ലല്ലോ, അതിന്റെ ദുഃഖത്തിലാണ് ആശാൻ. അതുകൊണ്ട് തന്നെ ഗുണ്ടകളെയൊക്കെ വിളിച്ചു, നീയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, കല്യാണം മുടക്കും, കുഞ്ഞിനെ കൊല്ലും, ആൽബിയെ കൊല്ലും, എന്നിട്ട് ആരെങ്കിലും ചത്തോ? നീയും അതിന്റെ കൂട്ടരും കൂടി വീണ കൈയും കാലും ഒക്കെ ഒടിഞ്ഞതല്ലാതെ വല്ല മിച്ചം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അത് സാറേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി എന്തായാലും അത് ആവർത്തിക്കില്ല, സാറ് പറയുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ചെയ്യാം. അതിന് ഇനി നിങ്ങൾക്ക് ഇനിയും സമയം വേണ്ടി വരും, ഇപ്പൊ ഒടിഞ്ഞ കൈയും കാലും ഒക്കെ ശരിയാവണമല്ലോ. അപ്പൊ ഈ പുള്ളിക്കാരൻ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും ഗുണ്ടകളാണെങ്കിലും ഇനിയിപ്പം പറ്റിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ഉമ്മാർക്ക് ഇടിയൊക്കെ കൊണ്ട് ആകെ മൊത്തം ചതഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ആൽവിയെയും സോണിയുമാണ്. രണ്ടുപേരെന്താ പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. അപ്പം ഇതുവരെ തന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളും സങ്കടങ്ങളും എല്ലാം സോണി ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും ഓർക്കരുത്. ഇന്നു മുതൽ താൻ എൻ്റെ ഭാര്യയാണ്, എനിക്ക് താനും തനിക്ക് ഞാനും അതുപോലെ നമുക്ക് ആ കുഞ്ഞും, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം എന്നുള്ള കാര്യമൊക്കെ അവര് പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ സോണിയെ സംബന്ധിച്ചിടത്തോളം ആൽബി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏറ്റവും വലിയൊരു നിധി തന്നെയാണ്. അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് പ്രമേയമാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്